പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 103 സങ്കീർത്തനം അതിൻ്റെ 8 തിരുവചനം പറയുന്ന കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അത്രമാത്രം സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ, സർവാധിപനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും ചൊരിയണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വെളിപ്പെടുത്തിയ കാര്യമാണ്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കരുണയിൽ ആശ്രയിച്ച് എൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരാത്മാവിനെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഈശോ തരുന്നൊരു വലിയ വാഗ്ദാനം. ഈ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും ലഭ്യമാകുവാനായി ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒന്ന് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഹബക്കുക്കിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനം പറയുന്നു, ജനതകളിടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ അരുളപ്പാണ്. ജനതകളിടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആ വലിയ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും മടി കാണിക്കുന്ന രീതിയിലുള്ള വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് പലപ്പോഴും ഒത്തിരിയേറെ ആളുകൾ ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഒത്തിരിയേറെ ആളുകൾ ഓടി നടക്കുകയാണ്. ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ അവരതേക്കുറിച്ച് ആകുലപ്പെട്ട് എവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, എനിക്ക് എവിടെ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ഈശോ പറയുന്ന കാര്യം, എൻ്റെ കരുണയിൽ നീ ആശ്രയിക്കാം, വലിയ അത്ഭുതങ്ങൾ കാണും. ആരും വിശ്വസിക്കാൻ പോലും മടിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് കർത്താവേ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ആഴമായ ഒരു വലിയ ബോധ്യത്തോടു കൂടെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുക. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലും, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. പക്ഷേ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് ആ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ മാറ്റം പൗലോസ്ലീഹ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 12-ാം തിരുവചനം. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. അതായത് എൻ്റെ വലിയ മേന്മയോ അല്ലെങ്കിൽ എൻ്റെ ഒരു നേട്ടമോ ഒന്നും കണ്ടിട്ടല്ല, മറിച്ച് ദൈവം എന്നെ ഒരു വിശ്വസ്തനായിട്ട് ദൈവം എന്നെ മാനിച്ചു. അതായിരുന്നു പൗലോസ്ലീഹായ്ക്ക് എപ്പോഴും ദൈവത്തോട് നന്ദി പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. വീണ്ടും പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നു, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്രകാരമുള്ള ജീവിതമായിരുന്നു പൗലോസ്ലീഹായുടേതെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. ക്രിസ്തുമതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാനും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരെല്ലാം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുവാനുമായിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. അത്രമാത്രം ഒരു യഹൂദൻ്റെ എല്ലാ തീക്ഷ്ണതകളും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുമതത്തെ, ക്രിസ്തുവിനെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സംസാരം പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പൗലോസ്ലീഹ പറയുകയാണ്, മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ്ലീഹ ദൈവത്തിന് നന്ദി പറയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം ഇതാണ്, എനിക്ക് കരുണ ലഭിച്ചു. ഞാൻ ഇത്രമാത്രം എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചിട്ടും, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചിട്ടും ഈശോ എന്നോട് കരുണ കാണിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പറയുകയാണ്, കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ആദ്യം പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് ദൈവം കരുണ ചൊരിഞ്ഞ ആ വലിയ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നത് വിശ്വാസത്തോടെ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് പരിശ്രമിച്ചു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടുതൽ ദൃഢമായി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കൃപ സമൃദ്ധമായിട്ട് പൗലോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെട്ടു. ഒരു വലിയ വ്യക്തിപരമായ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകും. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ വലിയ അത്ഭുതങ്ങൾ, ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു സാവൂൾ പൗലോസായിട്ട് രൂപാന്തരപ്പെടുമെന്നുള്ളത്. കർത്താവിൻ്റെ കാരുണ്യം അത്രമാത്രം ശക്തമായി തൻ്റെ ജീവിതത്തിലേക്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ സമീപിക്കുവാൻ, ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ശക്തമായിട്ട് പ്രഘോഷിക്കുവാനും പൗലോസ്ലീഹായ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, ഒത്തിരിയേറെ പ്രാർത്ഥനകൾ വാതോരാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കാരുണ്യം തിരിച്ചറിഞ്ഞ് ആ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കാനായിട്ടൊന്ന് പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. കാരണം ദൈവം നൽകിയ വാഗ്ദാനമാണ്, ദൈവം നൽകിയൊരു ഉറപ്പാണ്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ലോകത്തിലെ മുഴുവനും പാപത്തിൻ്റെ അവസ്ഥകളും തെറ്റുകളെല്ലാം നമ്മൾ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെളിയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരുണ എന്ന് പറയുന്നത് ഒരു വലിയ കടൽ പോലെയാണ്. ഒരിക്കലും ആ കടലിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മഹത്തരമായ ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ ഓരോരുത്തരും ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്തോഷമുണ്ട്, ആത്മീയ ആനന്ദമുണ്ട്. ആ ആനന്ദത്തിൽ ഓരോ ക്രിസ്ത്യാനിയും വളരണമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ തിരുമണിക്കൂറിൽ നമുക്ക് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഞങ്ങളുടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ്റെ മേലും നിൻ്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളുമൊക്കെ പലപ്പോഴും പാപമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും പാപത്തിൻ്റെ സാഹചര്യത്തിലേക്കും പാപത്തിലേക്കൊക്കെ വീണുപോയ നിമിഷങ്ങളുണ്ട്. നമ്മുടെയൊക്കെ കഴിവിലൊക്കെ ആശ്രയിച്ച് അതിനെയൊക്കെ ഒന്ന് നേരെയാക്കാൻ പരിശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം ആ ഒരു പാപത്തെയും പാപ സാഹചര്യങ്ങളെയും നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു മേഖലകളെയെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെ പൂരിതരാക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുനാഥൻ്റെ ആശീർവാദത്തിനായി നമ്മൾ ഒരുങ്ങുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ലോകം മുഴുവനെയും സമർപ്പിച്ച്
കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണമേ. നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുന്നവർ, വിവാഹബന്ധങ്ങൾ നടക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും കർത്താവേ നിൻ്റെ വലിയ കരുണയുടെ കീഴിൽ സമർപ്പിക്കുന്നു. എൻ്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെങ്കിൽ ആശ്രയം വയ്ക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ.